രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള എന്റെ കേരളം വിപണന മേളയ്ക്ക് കനകക്കുന്നിൽ തുടക്കമായിരിക്കുകയാണ്. നമുക്കൊപ്പം മന്ത്രി GR അനിലുണ്ട്. 4ാം വർഷത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഒരു പുതിയ തുടക്കം കൂടി കാത്തിരിക്കുകയാണ്. 4ാം വർഷത്തിലേക്ക് എത്തിയിരിക്കുകയാണല്ലോ. അപ്പൊ ഇനി വീണ്ടും ഒരു പുതിയ തുടക്കമുണ്ടാകും എന്നൊരു പ്രതീക്ഷ കൂടിയുണ്ട്. വീണ്ടും 3ാം തവണ വീണ്ടും എത്തും എന്നൊരു പ്രതീക്ഷ കൂടിയില്ലേ? അപ്പൊ ഈ ഒരു ഇത്തരത്തിലുള്ള ഈ പരിപാടികൾ ജനങ്ങളിലേക്ക് എത്രത്തോളം എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? ഇതുവരെ നടന്ന ഓരോ ജില്ലകളിലെ അനുഭവം വെച്ച് നോക്കിയാൽ എന്റെ കേരളം വിപണന മേള 10,000-കണക്കിന് ആളുകൾ പങ്കെടുത്തു പോയ അനുഭവമാണ് കാണുന്നത്. ജനങ്ങൾക്കേറെ സ്വീകാര്യമായ കേന്ദ്രങ്ങളായി ഇത്തരം കേന്ദ്രങ്ങൾ മാറി. വിപണന പ്രദർശന മേള മാത്രമല്ല, നിരവധിയായ സേവനങ്ങൾ, ഗവൺമെന്റ് നൽകുന്ന സേവനങ്ങളെല്ലാം ഈ കേന്ദ്രങ്ങളിൽ തന്നെ ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ജനങ്ങൾക്ക് ഏറ്റവും അനിവാര്യമായിട്ടുള്ള പല ആവശ്യങ്ങൾക്കും പരിഹാരം കാണാൻ ഈ പ്രദർശന മേളയ്ക്ക് കഴിയുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഗവൺമെന്റ് നടപ്പാക്കിയ പദ്ധതികൾ ജനങ്ങൾ അറിയേണ്ടതുണ്ട്, കൂടുതൽ നന്നായി അറിയേണ്ടതുണ്ട്. കാരണം അത്ര കണ്ട് സാഹസികമായ ഇടപെടലിലൂടെയാണ് നടക്കാതെ പോയ പല പദ്ധതികളും യാഥാർത്ഥ്യമാക്കിയത്. ഇവിടെ നടക്കില്ല എന്ന് പറഞ്ഞ് ദേശീയപാത അതോറിറ്റിക്കാർ തിരിച്ചുപോയതാണ്. അതാണ് ഇപ്പോൾ യാഥാർത്ഥ്യമാകുന്നത്. ഇവിടെ ഒരു ഘട്ടത്തിൽ നടക്കാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞതാണ് വിഴിഞ്ഞം. ഇതുപോലെ എല്ലാ പ്രോജക്ടുകളും എന്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഈ 4 വർഷത്തെ ഈ ഗവൺമെന്റ് കാലത്ത് ഈ ജില്ലയിലെ ഏറ്റവും വലിയ തുകയല്ലേ ഗവൺമെന്റ് ചെലവഴിക്കുന്നത്. പഴയില പഴകുറ്റി റോഡിന് 1300 കോടി രൂപ ചെലവഴിച്ച് 10 കിലോമീറ്റർ ദൂരം 4 വരി പാതയാക്കുന്നു എന്ന് പറഞ്ഞാൽ അത് നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്ന കാര്യമാണോ? ഇതുപോലെ കേരളത്തിന്റെ ഓരോ ജില്ലകളിലും ഓരോ പ്രദേശങ്ങളിലും കോടാനുകോടി രൂപയുടെ അടിസ്ഥാന സൌകര്യ വികസനം യാഥാർത്ഥ്യമാക്കിയ ഒരു ഗവൺമെന്റാണ് ഈ ഗവൺമെന്റ്. അതുകൊണ്ട് തന്നെ ഈ പ്രദർശന മേള ആണെങ്കിലും ഈ വിപണന മേളകളിലാണെങ്കിലും ഇതെല്ലാം ആളുകൾ കാണാനും നേരിട്ട് മനസ്സിലാക്കാനും കൂടുതൽ കഴിയുന്ന ഒരു സാഹചര്യം ഒരുക്കുക എന്നുള്ളത് ഗവൺമെന്റിന്റെ ബാധ്യതയാണ്. അതുകൊണ്ടാണ് നിങ്ങളത് നിർവഹിക്കുന്നത്. ഇപ്പൊ പ്രായഭേദമന്യേ എല്ലാ ആളുകളും സർക്കാരും ഒന്നിച്ച് ജനപ്രതിനിധികളും എല്ലാം കൂടി ഒന്നിച്ച് നടത്തുന്ന ഒരു ആഘോഷമായി മാറിയിരിക്കുകയാണല്ലോ നമ്മുടെ ഈ എന്റെ കേരളം സ്റ്റോളുകളും അതുപോലെ തന്നെ ഈ ആഘോഷ പരിപാടികളൊക്കെ. അപ്പൊ അതിനെക്കുറിച്ച് കൂടി ഒന്ന് പറയാമോ? അതെ, ജനങ്ങളുടെ സന്തോഷമല്ലേ ഇത്. ജനങ്ങൾക്ക് വേണ്ടിയാണല്ലോ ഈ ഗവൺമെന്റ് 9 വർഷത്തെയും പ്രവർത്തനം. നമ്മുടെ നാട് അതിദരിദ്രമില്ലാത്ത നാടാകുന്നു, പട്ടിണിക്കാരില്ലാത്ത നാടാകുന്നു, വിശപ്പ് രഹിത കേരളമായി കേരളം മാറുന്നു. ഇതൊരു ചരിത്ര സംഭവമല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. അസാധ്യമായ, ഒരിക്കലും സങ്കല്പിക്കാൻ പോലും കഴിയാതിരുന്ന പദ്ധതികൾ, അതുപോലെ ക്ഷേമ പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാക്കിയ നാടല്ലേ കേരളം. കേരളത്തിലെ 70 ലക്ഷം ആളുകൾക്ക് ക്ഷേമ പെൻഷൻ കൊടുക്കുന്നു. 1600 മാറുന്നു. ഇന്ത്യയിൽ ഏതെങ്കിലും സംസ്ഥാനത്തുണ്ടോ? പിന്നെ എന്താ നമ്മൾ ഈ ചെയ്ത നല്ല കാര്യങ്ങൾ ജനങ്ങളോട് പറഞ്ഞാൽ കുഴപ്പം? ജനങ്ങൾ കേട്ടാൽ എന്താ കുഴപ്പം? ജനങ്ങൾക്ക് വേണ്ടി വീടില്ലാത്ത ഒരാളും കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഇതാണ് ഗവൺമെന്റ് സങ്കല്പം. അതാണ് ലൈഫ് എന്ന പദ്ധതി. പട്ടയം ലഭിക്കുന്ന ആളുകൾ 5 ലക്ഷത്തോളം കുടുംബങ്ങൾ, 5 ലക്ഷത്തോളം കുടുംബങ്ങൾക്ക് വീട് ലഭിക്കുന്നു. അതുപോലെ 10 ലക്ഷത്തോളം കുടുംബങ്ങൾക്ക് പുതിയ കാർഡ് ലഭിക്കുന്നു. ഇതെല്ലാമായി കേരളം മാറുന്നത് കേരളത്തിലെ ജനങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേരാൻ കഴിയുന്ന അവസരമാണ് ഇതിലൂടെയെല്ലാം ഉണ്ടാകുന്നത്. എന്തായാലും ജനങ്ങളും സർക്കാരും ഒന്നിച്ച് ചേർന്നുണ്ടാകുന്ന ഒരു ആഘോഷമായി മാറിയിരിക്കുകയാണ് മേള എന്നുള്ളതാണ് മന്ത്രിക്ക് പറയാനുള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് ദിവ്യൻ ചെങ്കലിനൊപ്പം റിപ്പോർട്ടർ ആഷിൻ ഡിയേഗോ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.